അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ളോഗ്. അപ്പോൾ ഗൈസ് ഇന്ന് അപ്പൂസ് എത്രാം സ്റ്റാൻഡേർഡിലോട്ട്? ഫോർത്ത് സ്റ്റാൻഡേർഡിലോട്ട് ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് അപ്പൂസിനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ്. അപ്പം കൊണ്ടുവിടുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് 8:25 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 25 ക്ലാസ്സിൽ കയറണം. അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും ഞാൻ അങ്ങോട്ട് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഡേ അല്ലേ, ഇപ്പോൾ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ അപ്പൂസിനെ സ്കൂളിൽ കൊണ്ട് വിട്ടു. ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല നമ്മുടെ സ്കൂളിൻ്റെ അകത്ത്. അത് മോശമാണ് നമ്മളങ്ങനെ കാണിക്കുന്നത്. കാരണം ഭയങ്കര തിരക്കാണ്. അതിൻ്റെ കൂട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പൂസിന് എന്താ പറയുന്നത്, കുറേ അഡ്വൈസൊക്കെ കൊടുത്ത് കയറ്റി വിട്ടിട്ടുണ്ട്. ഇനി അപ്പൂസ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കാം. ഓക്കെ. അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ അപ്പൂസിനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പം അതിനകത്ത് കയറി നിന്നിട്ട് എൻ്റെ ഒപ്പം ഒരു രക്ഷയില്ല, ഭയങ്കര രക്ഷയോ. എല്ലാ ക്ലാസ്സും ഓരോ ക്ലാസ് അനുസരിച്ചാണ് വരുന്നതെങ്കിൽ പോലും ആദ്യം വലിയ തിരക്കുണ്ടായില്ല. എന്താ പറയുക, അപ്പൂസിൻ്റെ ക്ലാസ് 4J ആണ്. അപ്പോഴത്തേക്കിന് A വന്നു, B വന്നു, C അങ്ങനെ ഓരോ ഡിവിഷൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിൽക്കാൻ സ്ഥലമില്ല. ഞാൻ അപ്പൂസിനെ കിടന്ന് തപ്പുകയാണ്. അപ്പൂസിനെ കാണുന്ന പോലെയല്ലേ, അപ്പൂസ് ഇതുവഴി ഇനി അപ്പുറത്തെ ഗേറ്റ് വഴി പോവോ ഇപ്പുറത്തെ ഗേറ്റ് വഴി വരുമോ, ഞാൻ നിൽക്കുന്ന സൈഡിൽ വരുമോ എന്താ അറിയില്ലല്ലോ. അവസാനം നോക്കിയപ്പോൾ ഇവനെ അപ്പം ഇവൻ എന്നെ കണ്ടു ഞാൻ നിൽക്കുന്നവൻ കണ്ടായാലും എൻ്റെ അടുത്ത് വന്നാലും വലിയ ടെൻഷൻ ഇല്ലാതെ വന്നു. ഇപ്പം നാളെ തൊട്ട് ഇനിയിപ്പം ബസ്സിനാണ് ഇവനെ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കൂളിലോട്ട് വരികയും പോവുകയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇവിടെ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഇറങ്ങി വന്ന ഉടനെ തന്നെ അവനെ കാണിച്ചു കൊടുത്ത് ഏത് വണ്ടിയാണ് 6 കൂടാണ് കയറി വരേണ്ടതെന്നുള്ളത്. അപ്പോൾ ഡ്രൈവറിനെയും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ അങ്ങനെ കയറി എന്തായാലും നമുക്ക് അപ്പോസിനോട് ചോദിക്കുന്നത് ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോസെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോസെ സ്കൂള് നല്ലായിരുന്നോ? സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്യിപ്പിച്ചോ? എന്തൊക്കെയാ ചോദിച്ചേ? എന്തുവായിരുന്നു പറഞ്ഞേ? ഓക്കെ 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 ഓക്കെ. പേരൻസിന്റെ ബ്രദർ ഉണ്ടോ? പേരൻസിന്റെ പേരെന്നാന്നും പറഞ്ഞില്ല? എവിടെ താമസിക്കൊന്നും പറഞ്ഞില്ല? വായ് പറയണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ. എനിവേ അങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പൊ ക്ലാസ്സിനെ പറ്റി നമുക്ക് ചോദിക്കുന്നു. ഏതൊക്കെ പഠിപ്പിച്ചു? എന്തൊക്കെ സബ്ജക്ട് പഠിപ്പിച്ചു? ഹിന്ദി പഠിപ്പിച്ചു, ഓക്കെ, ഇംഗ്ലീഷ് പഠിപ്പിച്ചു, ഓക്കെ, സയൻസ് പഠിപ്പിച്ചു, സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചു, ഓക്കെ, അറബി പഠിപ്പിച്ചു, ഓക്കെ, ജികെ പഠിപ്പിച്ചു. ഓക്കെ. അപ്പൊ ഇത്രയും സബ്ജക്ട് പഠിപ്പിച്ചൊക്കെ മനസ്സിലായോ അപ്പൂസേ? ഇല്ല, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ഓരോ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇന്നതൊക്കെയാണെന്നുള്ള പഠിപ്പിച്ചു, അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഇൻഡെക്സ് എല്ലാം ചെയ്യിപ്പിച്ചു. ഓക്കെ, ടീച്ചേഴ്സിനെ പറ്റി ടീച്ചേഴ്സൊക്കെ എങ്ങനെയുണ്ട്? ഫ്രണ്ട്ലി ആണോ അതോ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആണോ? നല്ല ടീച്ചേഴ്സാ? സംസാരിക്കും നല്ലതായിട്ട്? എല്ലാവരോടും നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്ന അതോ റഫ് ആൻഡ് ടഫ് ആണോ? മീൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? എങ്ങനെയാ? പിന്നെ മീഡിയം അല്ലേ? ഓക്കെ, പിള്ളേരുടെ സ്നേഹമുണ്ട് എന്നാൽ സ്ട്രിക്റ്റും ആണ്. ഓക്കെ, എനിക്ക് അതിൽ നമുക്ക് ഒരു പറയാൻ പറ്റത്തില്ല ഫ്രണ്ട്ലി ആയിരിക്കണമെന്നും ഒന്നും പറയാനില്ല. അത് ഓരോരുത്തരുടെ നേച്ചറാണ്. ഓരോ ടീച്ചേഴ്സും അത് അവരുടെ ഇതനുസരിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. കൂടുതൽ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറുപ്രായത്തിലെ പിള്ളേർക്ക് കൂടുതൽ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ അവർ ചിലപ്പം പറയുന്നതൊന്നും അനുസരിക്കാതെ അങ്ങനെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇച്ചിരി സ്ട്രിക്റ്റ് ഉണ്ടായാൽ മാത്രമേ പിള്ളേർ മുന്നോട്ട് വളർന്നു വരുമ്പം അവർ ഇച്ചിരി നല്ലതായിട്ട് വരുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഓക്കെ, എനിവേ എന്താണ് അപ്പൂസിന്റെ സ്കൂൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു. ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും മിണ്ടിയോ? എല്ലാവരോടും സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തോ? പിന്നെ ഇരുന്ന ആളോട് മാത്രം സംസാരിച്ചുള്ളൂ? ഞാൻ ചോദിക്കാൻ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്ന ബെഞ്ചിലുള്ള അവരോടൊക്കെ സംസാരിക്കണ്ടായിരുന്നോ? എന്താ പേര്, എവിടെയാ താമസിക്കുന്നത്, അതൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ ഫ്രണ്ട്സിനെ നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ സ്കൂളിൽ പഠിക്കുകയും വേണം, നമുക്ക് അതുപോലെ ഫ്രണ്ട്സും വേണം. ക്ലാസ്സിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം ആരൊക്കെയാണ്, എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് പേര് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നാളെ കൂടുതൽ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.
അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അത് കാണാതിരിക്കരുത്. നിങ്ങൾ വൺസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ കാണാതിരുന്ന് കഴിയുമ്പോഴത്തേക്കിന് യൂട്യൂബിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് നമ്മുടെ കാണാത്ത സബ്സ്ക്രൈബേഴ്സിനെ അവർ റിമൂവ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോസ് കാണുക. നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അപ്പൂസിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണേലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.